നത്താലെ 2020 എന്ന നമ്മുടെ ക്രിസ്തുമസ് ഒരുക്ക ധ്യാനത്തിൻ്റെ സമാപന ദിനത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ, ഓരോ വ്യക്തിയും എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയണം എന്നുള്ള സത്യത്തെക്കുറിച്ചാണ്. ക്രിസ്തീയ കുടുംബം അത് പരിശുദ്ധാത്മാവ് വന്നിറങ്ങുന്ന കുടുംബമാണ്. ക്രിസ്തീയ കുടുംബത്തിൻ്റെ മാതൃക ഉണ്ണിമിശിഹ പിറന്ന നസ്രത്തിലെ കുടുംബമാണ്. ആ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അതാണ് ലൂക്കാ സുവിശേഷകൻ പറയുക, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്കാ 1:35. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഓരോ കുടുംബത്തിലും സംഭവിക്കുന്നത് ഈ ഒരു അത്ഭുതമാണ്. നമുക്കറിയാം, നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ച ഈശോ മിശിഹായെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ പ്രത്യേക രീതിയിൽ ജനിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിറവേറ്റുന്നത് ഒരു പുരുഷധർമ്മമല്ല, മറിച്ച് നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ചവനെ സ്വീകരിക്കാൻ അമ്മയുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഓരോ വിശ്വാസിയിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. ഈശോ മിശിഹായെ സ്വീകരിക്കാൻ, അവൻ്റെ പ്രവർത്തന വേദിയാക്കാൻ നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ ഒരുക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് നമ്മുടേതായ കഴിവുകൊണ്ട് ആത്മീയതയിൽ വളരാൻ പറ്റിയില്ല എന്നത് സത്യമാണ്. പലപ്പോഴും നമ്മൾ ദൃഢനിശ്ചയമെടുക്കും, കഠിനമായ തീരുമാനങ്ങളെടുക്കും. ഞാൻ ഇനിമേൽ മദ്യപിക്കില്ല, ഇനിമേൽ ഇന്ന പാപത്തിലേക്ക് വീഴില്ല, ഇന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധ ചെലുത്തും. നമ്മളിങ്ങനെ വലിയ തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മോഹങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കാറുണ്ട്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. പാപം പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ മരണത്തിന് കാരണമായി. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:15. പരിശുദ്ധാത്മാവ്, അത്യുന്നതന്റെ ശക്തി നമ്മിൽ നിറയുമ്പോഴാണ് നാം കൃപയുള്ളവരാകും. ഒരു കുടുംബത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്ന നാളാണ് ക്രിസ്തുമസ് നാള് എന്ന് നാം തിരിച്ചറിയും. കാരണം ദൈവം യോജിപ്പിച്ച ദമ്പതികൾ, അവരിൽ ദൈവകൃപയിൽ ജനിച്ച സന്താനങ്ങൾ, പ്രിയപ്പെട്ടവരെ, എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വിവാഹത്തെക്കുറിച്ചുള്ള ഈശോയുടെ ദർശനം അത് സൃഷ്ടാവിൻ്റെ ദർശനം തന്നെയാണ്. ഏദേൻ തോട്ടത്തിൻ്റെ ദർശനം വീണ്ടും ഈ ഭൂമിയെ പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. സൃഷ്ടാവ് ആദ്യം മുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. വിവാഹം എന്ത് എന്ന് ക്രിസ്തു നിർവചിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-3 മുതലുള്ള വാക്യങ്ങൾ. ഫരിസേയർ പരീക്ഷിക്കാൻ വേണ്ടി ചെന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. ദൈവമാണ് യോജിപ്പിച്ചത് ഒരു പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ നമുക്കറിയാം, കുടുംബജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഒരു പുരുഷന് ഒരു സ്ത്രീ, കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യം അതാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചു. അതായത് വിവാഹത്തെക്കുറിച്ചുള്ള വളരെ വികലമായ ചിന്തകളുണ്ടായിരുന്നൊരു ലോകത്ത് ക്രിസ്തു കൊടുക്കുന്ന ദർശനമാണ്, പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷന് ഒരു സ്ത്രീ. ഇതിനപ്പുറത്തുള്ളതെല്ലാം കുടുംബജീവിതത്തിൽ തിന്മയാണ്, പരിശുദ്ധാത്മാവിനെ നഷ്ടമാക്കുന്ന പ്രവൃത്തിയാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീ തന്നെ ആയിരിക്കണം. 2 പുരുഷന്മാർ ചേർന്നാൽ വിവാഹമാകും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. 2 സ്ത്രീകൾ ചേർന്നാൽ വിവാഹമാകുമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അത് വിവാഹമാവില്ല.
കാരണം ദൈവം അങ്ങനെയല്ല വിവാഹത്തെ സംവിധാനം ചെയ്തത്. അതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തെക്കുറിച്ച് തിരുക്കുടുംബം നമുക്ക് തരുന്ന സുന്ദരമായ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കരുത്. ജീവിത പങ്കാളിയെ തന്നത് ദൈവമാണ്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തെ ഹൃദ്യമാക്കാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തരുന്ന 3 കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് ഇതാണ്: ഈ ആധിപത്യത്തിൻ്റെ ചിന്ത വെടിയുക. നമ്മൾ മലയാളികൾക്കുള്ളൊരു വലിയ പ്രശ്നമാണ്. എന്താണ്? നമ്മൾ എവിടെ ചെന്നാലും നമ്മളാണ് വലിയ പുള്ളികളെന്നങ്ങ് സ്ഥാപിച്ചേക്കുക. ഈ മനോഭാവം കൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പരസ്പരം അംഗീകരിക്കാനും ആദരിക്കാനും വ്യത്യസ്ത ചിന്താഗതികളോടെ കടന്നു വരുന്ന പങ്കാളിയെ മനസ്സിലാക്കാനും കഴിവില്ലാതെ പോകും. പരിശുദ്ധ പിതാവ് പറയുകയാണ്, അതുകൊണ്ട് കുടുംബജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് ഒരു എളിമയുടെ സംസ്കാരം, ആദരവിൻ്റെ സംസ്കാരം കൊണ്ടാണ്. അതിനെ പരിശുദ്ധ പിതാവ് വിളിച്ച പേര് പ്ലീസ് കൾച്ചർ എന്ന്. പ്ലീസ് കൾച്ചർ. പ്ലീസ് എന്ന് പറഞ്ഞ ദയവായി എന്ന് പറയുന്നതാണ്. നമുക്ക് വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, ദയവായി എന്നെ ഒന്ന് സഹായിക്കാവോ, ദയവായി എനിക്കൊരു 10 രൂപ തരാമോ, ദയവായി അല്പം അങ്ങ് നീങ്ങിയിരിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നത് ആദരവിൻ്റെ ഒരു സംസ്കാരമാണ്. എ കൾച്ചർ ഓഫ് റെസ്പെക്റ്റ്. ദമ്പതികളെ ഇത് ഇല്ലാതെ പോകുന്നത് നമ്മുടെ കുടുംബജീവിതത്തെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റമാണ് അപരൻ വിലയുള്ളവനാണ്, അപരന് മൂല്യമുണ്ട് എന്ന സത്യം. പ്രിയപ്പെട്ടവരെ, ഈ സഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ സത്യം അതാണ്. അന്യമതസ്ഥരോട് ശത്രുതയുടെ മതിൽ തീർക്കുന്ന ഒരു പുതിയ സംസ്കാരം ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളർന്നു വരുന്നതായി കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തീയമായ മനോഭാവം. നമ്മൾ ഇപ്രകാരം അപരനെ വെറുപ്പോടെ വീക്ഷിക്കുന്നത് അതിൽ ക്രിസ്തീയതയില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. എല്ലാ മനുഷ്യൻ്റെയും രക്ഷകൻ ഈശോ മിശിഹായാണ്. അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും ഞാൻ കാണേണ്ടത് എൻ്റെ കർത്താവ് ഈശോ മിശിഹ കാൽവരിയിലെ തിരുരക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവമക്കൾ തന്നെയാണവർ. ആ വീണ്ടെടുപ്പിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അവർക്കത് മനസ്സിലായില്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. സഭയ്ക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് സാത്താൻ. വേറെ ആരും സഭയുടെ ശത്രുവല്ല. വേറെ ആരോടും മത്സരിക്കുന്ന ഒരു മതവുമല്ല ക്രിസ്തുമതം എന്ന് നാം തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാവരും വിലയുള്ളവരായി തീരുന്നു എന്നതാണ് സത്യം. അപ്പസ്തോലന്മാർ അതുവരെയും കലഹിക്കുകയാണ്, തങ്ങളിൽ ആരാണ് വലിയവൻ ആരാണ് വലിയവൻ, അതാണ് അവരുടെ തർക്ക വിഷയം. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും വിലയുള്ളവരാണ് എന്നവർക്ക് ബോധ്യം വരിക. പ്രിയ സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാവരും വിലയുള്ളവരാണ് എന്ന് തോന്നിത്തുടങ്ങി. ഭർത്താവ് ചിന്തിക്കുകയാണ്, എൻ്റെ ഭാര്യ എത്രയോ കൃപയുള്ളവളാണ്, മഹത്വമുള്ളവളാണ്, അവളുടെ ജീവിതത്തിൽ എൻ്റെ ത്യാഗങ്ങൾ ഈ കുടുംബത്തെ എത്രയോ ആത്മാർത്ഥമായി മുന്നോട്ട് നയിക്കുന്നു. അതാണ് മാർപ്പാപ്പ പറയുന്ന രണ്ടാമത്തെ കൾച്ചർ, രണ്ടാമത്തെ സംസ്കാരം. എന്താണ്? നന്ദിയുടെ സംസ്കാരം. താങ്ക് യു കൾച്ചർ. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ എൻ്റെ ജീവിതത്തിന് എത്രയോ സന്തോഷമുണ്ടായി, സൗന്ദര്യമുണ്ടായി, എൻ്റെ ജീവിതത്തിന് എത്രയോ ദിശാബോധമുണ്ടായി എന്ന് പ്രിയപ്പെട്ട ദമ്പതിമാരെ നിങ്ങൾ അന്യോന്യം പറഞ്ഞു തുടങ്ങും. അതൊരു നന്ദിയുടെ സംസ്കാരമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണത് എന്ന് മാർപ്പാപ്പ പറയുന്നത് സത്യമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്ദിയുടെ വികാരമുണ്ടാകും. പരിശുദ്ധാത്മാവില്ലാതെ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ ചെയ്ത ത്യാഗത്തിൻ്റെ കണക്കേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ ഇത്രയും കാലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ,
ധൂർത്തപുത്രന്റെ മൂത്തവൻ വിളിച്ചു പറഞ്ഞതുപോലെ, ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, ഞാൻ എടുക്കാത്ത പണി എന്താണുള്ളത്, എനിക്ക് വേണ്ടി നീ എന്നതാണ് ചെയ്തു തന്നിട്ടുള്ളത്? ഈ അയ്യോഭാവം പറച്ചിലും കരച്ചിലും നിലവിളിയും നിരാശയുടെ പ്രതികരണങ്ങളും ഒക്കെയും പരിശുദ്ധാത്മാവിനെ നഷ്ടമായതിൻ്റെ അനന്തരഫലമാണ് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നാം തിരിച്ചറിയണം. വീണ്ടും മൂന്നാമത്തെ സംസ്കാരമായി പരിശുദ്ധ പിതാവ് പറയുന്നത്, ദൈവാരൂപി വന്നു കഴിയുമ്പോഴാണ് നമ്മിലെ കുറവുകളെ നാം തിരിച്ചറിയും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ലോകത്തെ നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എന്ന് ഈശോ പറയും. അത് സത്യമാണ്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മനസ്സിലാവുകയാണ്, എന്നിൽ കുറവുണ്ട്, പരിമിതികളുണ്ട്, ഈ പല പ്രശ്നത്തിൻ്റെയും കാരണക്കാരൻ ഞാനാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. അതിനെയാണ് മാർപ്പാപ്പ സോറി കൾച്ചർ എന്ന് പറഞ്ഞു, അതായത് ക്ഷമയുടെ സംസ്കാരം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അരൂപിയുടെ അഭിഷേകം ഒരു കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നാം വിചിന്തനം നടത്തേണ്ടത്. അതുകൊണ്ട് കുടുംബത്തിൽ ഈ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം, രണ്ടാമത്തെ അഭിഷേകം സംഭവിക്കുന്നത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തലങ്ങളിലായിരിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് ഏറ്റവും വിലപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായി തീരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? മക്കൾ മനസ്സിലാക്കുകയാണ് തങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവം തന്ന അമൂല്യ സമ്മാനങ്ങളാണ് തങ്ങളുടെ മാതാപിതാക്കൾ. ശരിയാണ്, ഈ മലയാളികളായ മാതാപിതാക്കളെ പോലെ നല്ല മാതാപിതാക്കൾ ഈ ലോകത്ത് ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് സത്യം. പല രാജ്യങ്ങളിലും താമസിക്കാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട്. പല പാശ്ചാത്യ രാജ്യങ്ങളിലും 18ാം ജന്മദിനം വലിയ ആഘോഷത്തോടെ നടത്തും. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ കാര്യം അവർ നോക്കിയോ, അവർക്ക് പഠിക്കണോ, അവർ പോയി പഠനത്തിൻ്റെ ഇടയിൽ ജോലി ചെയ്ത് സമ്പാദിച്ചാൽ പിള്ളേർക്ക് പഠിക്കും. മാതാപിതാക്കൾക്ക് പിന്നെ മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല. പക്ഷേ മലയാളികളായ മാതാപിതാക്കളോ, അവർ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, അവർ അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും മക്കൾക്ക് വേണ്ടിയാണ്, അവരുടെ സ്വപ്നങ്ങൾ അത്രയും മക്കളെക്കുറിച്ചാണ്. അവർ തങ്ങളെ തന്നെ മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളായ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ കരുതണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 18ാം വയസ്സിൽ ഈ മാതാപിതാക്കൾ നിങ്ങളെ വഴിയിലിറക്കി വിട്ടാൽ നിങ്ങൾ പഞ്ഞം കടന്ന് ചത്തുപോകും. ചിന്തിക്കുക, ഈ കൃപയുടെ നിറവ് ഈ മാതാപിതാക്കൾക്കുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണ്. അവരെ തന്നെ മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നിങ്ങളുടെ മാതാപിതാക്കളാണോ എന്ന് ആത്മശോധന ചെയ്യും. ഒരിക്കൽ യുവജനങ്ങളോട് സംവദിക്കുമ്പോൾ യുവജനങ്ങൾ എന്നോട് ചോദിച്ചു, പ്രണയം നല്ലതാണ്? ഞാൻ പറഞ്ഞു, തീർച്ചയായും പ്രണയം നല്ലതാണ്. ക്രിസ്ത്യാനികൾക്ക് പ്രണയിക്കാം. അത് ദൈവീക പദ്ധതി പ്രകാരമുള്ള പ്രണയമാണെങ്കിൽ. അവരെന്നോട് ചോദിച്ചു, എന്താണ് ഈ ദൈവിക പദ്ധതി പ്രകാരമുള്ള പ്രണയം, അല്ലെങ്കിൽ ഒരു പ്രണയത്തെ നല്ലതാണ് എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഞാൻ അവരോട് പറഞ്ഞ വ്യവസ്ഥകളിൽ ഒന്നിതായിരുന്നു, നിങ്ങൾക്കൊരാളോട് ഒരു പ്രണയം തോന്നിയെങ്കിൽ അത് ആദ്യം നിങ്ങൾ പങ്കുവയ്ക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളോടാണ്. പിള്ളേരിനോട് വഴക്കുണ്ടാക്കി, പിതാവിന് പ്രണയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല, മാതാപിതാക്കളോട് ഇതെങ്ങനെയാണ് പറയുന്നത്? അവർക്കിതെല്ലാം മനസ്സിലാവൂ. അവിടെയാണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കിയത് നിങ്ങളുടെ അപ്പനും അമ്മയുമാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇന്നലെ കണ്ട കൂട്ടുകാരനാണ് നിങ്ങളെ ശരിക്കും മനസ്സിലാകുന്നത് എന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ഹൃദയപൂർവ്വം ചെന്ന് സംസാരിച്ച് നോക്കിയേ. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ലോകം ഇടിഞ്ഞു വീണതുപോലെ പൊട്ടിത്തെറിക്കരുത്, സർവ്വതും വലിച്ചെറിഞ്ഞുടയ്ക്കരുത്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. മറിച്ച് ക്ഷമയോടെ കേൾക്കുക, ഹൃദയപൂർവ്വം സംസാരിക്കുക.
ഈ പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടേണ്ടത് എങ്ങനെ എന്ന് അവരുമായി ആലോചിക്കുക. പലപ്പോഴും പല യുവജനങ്ങളും പങ്കുവച്ചിട്ടുള്ളതാണ്. ഇതൊന്നും മാതാപിതാക്കളോട് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞാൽ അവിടെ ഭൂകമ്പമാണ് ഉണ്ടാവുക എന്ന് പല യുവജനങ്ങളും സങ്കടത്തോടെ പറയുന്നുണ്ട്. അഭിഷേകത്തിൻ്റെ കുറവുണ്ട്. മനസ്സിലാക്കുക എന്നുള്ളത് അഭിഷേകത്തിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. പത്രോസ്ലീഹ പ്രസംഗിച്ചു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. മേദിയാക്കാരും പാർത്തിയാക്കാരും മെസൊപ്പൊട്ടോമിയക്കാരും ഈജിപ്തുകാരും യൂദയാ നിവാസികളും എല്ലാം പത്രോസിൻ്റെ അരമായ ഭാഷയിലെ പ്രസംഗം കേട്ട് താന്താങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, ഹൃദയവിചാരങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് എന്തുകൊണ്ടാണ് നിറകണ്ണുകളോടെ എന്നെ നോക്കിയതെന്നൊരു അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണ് എന്തുകൊണ്ടാണ് നിറഞ്ഞത് എന്ന് മനസ്സിലാക്കാനും സ്വയം തിരുത്താനും മക്കൾക്ക് കഴിയുന്ന അവസ്ഥയും അനുഭവം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന വലിയ മാറ്റമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകത്തിൻ്റെ കുടുംബമായി ജീവിക്കാൻ നമ്മൾ ഈ ക്രിസ്തുമസ് നാളിൽ ഈ ഒരുക്ക ധ്യാനത്തിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ പ്രായോഗികമായി ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നാം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരമണിക്കൂർ സമയമെങ്കിലും നമുക്കുണ്ടാകും. ഇപ്പം വിദേശത്തായിരുന്ന മക്കളാണ്, അകലെ ആയിരിക്കുന്ന മക്കളാകാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ കോവിഡ് വന്നതോടെ നമുക്ക് മനസ്സിലായി ഈ അകലങ്ങൾ ഒരു വിഷയമേ അല്ല. നമുക്ക് ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഒരു കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ കുടുംബാംഗങ്ങൾ സമയം കണ്ടെത്തുമെങ്കിൽ അത് അഭിഷേകമുള്ള കുടുംബത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. നിങ്ങൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരമണിക്കൂർ സമയം, വിദേശത്തുള്ളവരെ ഇനി കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലുള്ളവരെങ്കിലും അരമണിക്കൂർ പ്രാർത്ഥിക്കുക, അതിന് വീഴ്ച വരുത്താതിരിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയിൽ വളരുന്നു എന്ന് പറഞ്ഞത് 12-ാം പീയൂസ് പാപ്പായ. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. വീണ്ടും രണ്ടാമത്തെ ലക്ഷണം, പരിശുദ്ധാത്മ അഭിഷേകം ഒരു കുടുംബത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ഗ്രന്ഥമാണ്. ഇത് വിശുദ്ധ ഗ്രന്ഥം. ഈ വിശുദ്ധ ഗ്രന്ഥം ഒരധ്യായം വീട്ടിൽ ഒരുമിച്ച് വായിക്കും. അത് പരിശുദ്ധാത്മ അഭിഷേകം. കാരണം ഈ ഗ്രന്ഥം പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ഈ തിരുവചനം വായിച്ചാൽ മനസ്സിലാകും. ബൈബിൾ ദൈവനിവേശിതമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്താണ് ഈ ദൈവനിവേശിതം എന്ന് പറഞ്ഞാൽ? ദൈവാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ എഴുതിയ സത്യം എന്നാണ് ദൈവനിവേശിത ഗ്രന്ഥം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടാനുള്ള എളുപ്പ വഴി എന്താണ്? ഈ വിശുദ്ധ ഗ്രന്ഥം ഒരധ്യായമെങ്കിലും വീട്ടിൽ എല്ലാ ദിവസവും വായിക്കും. മൂന്നാമതായി, കൗദാശിക വരപ്രസാദത്തിൽ ജീവിക്കും. കൗദാശിക വരപ്രസാദം എന്ന് പറഞ്ഞാൽ വൈദികരോടും സമർപ്പിതരോടും ഒക്കെ സഭ പറയുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്ന്. അൽമായരായ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. ഇല്ല എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ ശ്രദ്ധിക്കും. ഈ കൗദാശിക വരപ്രസാദം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടമാവുകയാണ്. 1 മാസമായിട്ട് നമ്മൾ കുളിക്കാതെ നടന്നാലത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. എന്തൊരു വൃത്തികേടാണ്. അതുപോലെയാണ് നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്ന ചെറുതും വലുതുമായ പൊടിപടലങ്ങൾ, അഴുക്കുകൾ, അവയെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധമാക്കുന്ന പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വീകരിക്കുക. പരിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നങ്ങ് നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തമ്മിലുള്ള ബന്ധം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം
20-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ പറയും. ഈശോ ശിഷ്യന്മാരുടെ ശിരസിൽ ഊതി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞു. ഉടനെ ഈശോ തൊട്ടടുത്ത വാചകം പറയുക, ശിഷ്യന്മാരെ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പരിശുദ്ധാത്മാവ് പാപമോചനത്തിൻ്റെ ആത്മാവാണ്. അതായത് പാപമോചനം ലഭിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന വലിയ സത്യം, ഈ കൗദാശിക വരപ്രസാദത്തിൻ്റെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടത്. വീണ്ടും നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ സുഹൃത ജപങ്ങൾ ആവർത്തിക്കുക എന്നുള്ളത്. സുഹൃത ജപങ്ങൾ, ഈ കൊച്ചുരേസ്യ പുണ്യവതി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ എടുത്ത തീരുമാനങ്ങളിലൊന്നതാണ്, ഞാൻ എല്ലാ ദിവസവും 100 സുഹൃത ജപങ്ങൾ വീതിച്ചു. സുഹൃത ജപങ്ങൾ നമ്മൾ പഠിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ദിവസത്തിൽ ഒരു 100 സുഹൃത ജപം ചൊല്ലുന്ന ശീലം ഈ മിഷൻ ലീഗിലൂടെയൊക്കെ പ്രവർത്തിച്ച കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ് സുഹൃത മഞ്ജരി. എത്ര സുഹൃതജപം ഒരു ദിവസം ചൊല്ലാൻ പറ്റും എന്നൊക്കെ നമ്മൾ പൂരിപ്പിച്ചിരുന്നത്. വെറുതെ അന്നും ചൊല്ലാതെ പൂരിപ്പിച്ച ശീലം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചൊല്ലാൻ മറന്നുപോയത്. ഈ 12 കൊല്ലം ശരിക്കും സുഹൃതമഞ്ജരി കൃത്യമായി അർത്ഥപൂർണമായി പൂരിപ്പിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ അത് കഴിഞ്ഞു അവരത് ചൊല്ലിയേനെ, അതൊരു ശീലമായി മാറിയ ഒരു സുഹൃതജപം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ, എനിക്ക് കൂട്ടായിരിക്കണം. ഓരോ കാലത്തിനും ചേർന്ന് എത്രയോ സുഹൃത ജപങ്ങൾ സഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. അത് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ദൈവസാന്നിധ്യ സ്മരണ കൊണ്ട് നമ്മൾ നിറയുകയാണ്. സുഹൃദജപം ചൊല്ലുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്ന വലിയ ബോധ്യം നമുക്ക് കിട്ടുകയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം സുഹൃത ജപങ്ങൾ ചൊല്ലി പഠിക്കുക എന്നത് കുടുംബ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അവസാനമായി അഭിഷേകത്തിൻ്റെ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ജീവകാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടണം. കുടുംബം ഒന്നിച്ച് ചെയ്യാവുന്ന ജീവകാരുണ്യ പ്രവർത്തികളുണ്ട്. ഇപ്പോൾ ഒരു അഗതി മന്ദിരം സന്ദർശിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുക, അവർക്ക് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരോടൊന്നിച്ച് കുടുംബമായിട്ടിരുന്ന് ഭക്ഷിക്കുക. നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കേണ്ട സത്യമുണ്ട്, മകനെ, നീ അതുപോലെ ആയിത്തീരേണ്ടവനായിരുന്നു, പക്ഷെ ദൈവം കരുണ കാണിച്ചതുകൊണ്ട് നീ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നു. അതില്ലാത്തവരോട് കരുതലും കരുണയും ഉള്ളവനായി വളരേണ്ടതാണ്. ഈ പരിശുദ്ധാത്മ അഭിഷേകം ആത്യന്തികമായി നമ്മളെ കാരുണ്യത്തിൻ്റെ നിറവുള്ളവരാക്കി തീർക്കുന്നു. അയൽവക്കങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികളുണ്ടാകും. കല്യാണപ്രായമായിട്ടും വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ സാമ്പത്തിക പരാധീനത മൂലം കഴിയാതെ പോകുന്ന വീടുകളുണ്ടാകും. രോഗികളായി കഴിയുന്നവരുണ്ടാകും. ഇപ്രകാരം അപരനിലേക്കുള്ള കരുതലും കാരുണ്യവും. പരിശുദ്ധ മറിയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. തൻ്റെ ഇളയമ്മ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചു എന്നറിഞ്ഞത് തിടുക്കത്തിൽ അവൾ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് പോയി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചെല്ലുക. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് വന്നാൽ ഒരാളുടെ ഹൃദയത്തിൽ ആർദ്രമായ അനുകമ്പ നിറയുന്നു എന്നുള്ളത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, അഭിഷേകമുള്ള കുടുംബങ്ങളായി മാറാൻ നമുക്ക് ബോധപൂർവം പരിശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം സമ്പത്തില്ല എന്നുള്ളതല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം നമുക്ക് കടബാധ്യതകളുണ്ട് എന്നുള്ളതല്ല. കുടുംബത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവർ പഠിക്കുന്നില്ല എന്നുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നാളിൽ നാം മനസ്സിലാക്കുകയാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം നമ്മിൽ പരിശുദ്ധാത്മാവില്ല എന്നുള്ളത്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിമിശിഹ തൻ്റെ കുഞ്ഞിളം കൈകൾ ഉയർത്തി ആശീർവദിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും
സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.